കാലത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിധി സുധീഷിനടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്നൊന്ന് പോയി നോക്കണം, എന്തായാലും നികേഷ് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുക, ഞാൻ വരുന്നില്ല, അവൻ വെറുതെ പറയുന്നതായിരിക്കും, അവനെ ഇത്രയും പേര് റോഡിൽ പോകുമ്പോൾ നടന്നു പോകും നോക്കും, അതിന് പകരം ഇവനെ നോക്കുന്നതെന്ന് ആരാ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അവൻ ഇഷ്ടമെന്നാ പറഞ്ഞത്, എന്തായാലും നമുക്കൊന്ന് ബസ് സ്റ്റോപ്പിൽ പോയി നോക്കിയാലോ. അങ്ങനെ സുധീഷും നിധിയും നികേഷും കൂടെ പോകുന്നുണ്ട്. അവിടെ നിന്ന് ആ സമയത്ത് നികേഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ കുട്ടി പറയുക, എന്തായാലും എനിക്ക് ഒരു ആളെ ഇഷ്ടമാ, ഇയാളുടെ ചേട്ടനെ നമ്പർ തരണം. ഇത് കേട്ടതും ഞെട്ടി നിൽക്കുക നികേഷ്. എന്നിട്ട് വന്ന് നിധി എടുത്ത് സുധീഷിന്റെ അടുത്തും പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായോ? ഇഷ്ടം ആരെയെന്നറിയാമോ? ഈ ചേട്ടനെയാ. എന്നെ വെറുതെ നോക്കിയത് മാത്രം നമ്പർ വാങ്ങാൻ വേണ്ടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ നിധിയെ നോക്കി ചിരിക്കുന്നുണ്ട്. കണ്ടോ, എന്നെ ഇഷ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓവർ ആക്ടിങ് കൂടുതലൊന്നും കാണിക്കണ്ട എന്ന് നിധി പറയുന്നുണ്ട്. അല്ലെങ്കിലേ ഭയങ്കര ഓവർ ആക്ടിങ്, എന്നെയാണെങ്കിൽ കാണാതിരിക്കുന്നതേ ഉള്ളൂ നമ്മള് എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടിക്ക് വെറുതെ തെറ്റിപ്പോയതായിരിക്കും എന്ന് നിധി പറയുന്നുണ്ട്. ഇല്ല, ശരിക്കും എന്റെ അടുത്ത് പറഞ്ഞതാ എന്ന് നികേഷ് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ സുധീഷിനെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നികേഷ് പറയുക, ഞാനാണെങ്കിൽ വെറുതെ സ്വപ്നം കണ്ടതാ, ഞാൻ വിജയിച്ചു, എന്നെ ഇഷ്ടമാണ്, എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി അവൾ എൻ്റെ അടുത്ത് കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. സാരമില്ല, പോട്ടെ, ആ കുട്ടിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അബദ്ധമല്ല, നല്ല കാര്യമല്ലേ, എന്നെയല്ലേ ഇഷ്ടപ്പെട്ടത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്, മനസ്സിലായോ ആരെ ആ കുട്ടി നോക്കിയെന്ന്? സുധീഷിനെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ ചോദിച്ചിരിക്കുക. കൊള്ളാലോ, അത് ഏത് കുട്ടിയാന്നൊക്കെ പറഞ്ഞ് ഹരീഷ് അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷിന്റെ അടുത്ത് സുഭാഷൊക്കെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ പറഞ്ഞില്ലായിരുന്നു എന്റെ ഒരു കല്യാണക്കാര്യം, അതെല്ലാം നിശ്ചയിച്ചതുപോലെ തന്നെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ സംസാരിക്കാൻ വേണ്ടി വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് ചോദിക്കുന്നുണ്ട്, ആരടുത്ത് ചോദിച്ചിട്ടാ ഞങ്ങളൊന്ന് ഒന്നും പറയാതെ പെണ്ണ് കാണാൻ പോയതും അതുപോലെ ഇതിന്റെ എന്താണെന്നൊക്കെ അന്വേഷിച്ചായിരുന്നോ, അല്ലാതെ എന്തിനാ ഉറപ്പ് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കൊള്ളാം, ഞാനാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയാ, ഇപ്പം കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ല, നമ്മളറിഞ്ഞ് എല്ലാവരുമായിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ഏത് കുട്ടിയായിരുന്നാലും അന്വേഷിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ. ഏതായിരുന്നാലും സുധീഷിട്ട് ഒരു കാര്യം ഇഷ്ടപ്പെട്ടല്ലേ, വന്നിട്ട് പോട്ടെ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ബ്രോക്കറും എല്ലാവരുമായിട്ടൊക്കെ വരിക. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട് ഭാസ്കറിന്റെ അടുത്ത്, എന്തായാലും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നല്ലത് മാത്രമേ സംസാരിക്കുള്ളൂ, അവരെടുത്ത് നല്ല മാന്യമായിട്ട് ഇരിക്കുകയും ചെയ്യണം, അല്ലാതെ എപ്പോഴും അതും പറഞ്ഞുകൊണ്ടെന്ന് ഇരിക്കരുത്, അവരെ ഞങ്ങളെ നാണം കെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭാസ്കരൻ പറയുക, എത്രയും ഞങ്ങൾ കണ്ടിരിക്കുന്നു, പിന്നെയാണോ ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട് അങ്ങോട്ട്. ആ സമയത്ത് ബ്രോക്കർ ആദ്യമായിട്ട് കയറി വരുക, എല്ലാരും ഉണ്ടോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്നുണ്ട്. ആ സമയത്ത് പറയുക, എന്താ ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഈ കല്യാണക്കാര്യം, ഇത് എന്നായിരുന്നു നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളാരും അറിഞ്ഞില്ലേ, ഞാനാണെങ്കിൽ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുക. സുഭാഷ് ഇന്നാ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെയാണ് അകത്ത് എല്ലാരും കയറി വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയും അപ്പോഴത്തേക്കും നിധി ചോദിക്കുന്നുണ്ട്, ഇതാരാ, ചേച്ചിയുടെ അനിയത്തിയാണോ, എനിക്കാണ് കല്യാണം നോക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അല്ല, ഞാനാ കുട്ടി, ഞാനാ പെണ്ണ്, എന്തായാലും എനിക്കാ കല്യാണാലോചനയായിട്ട് ഇവിടെ വന്നിരിക്കുന്നേ, അത് ഞങ്ങൾ അങ്ങോട്ടല്ലേ വന്ന് കാണേണ്ടത്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിക്കുക. അത് ഞാൻ എല്ലാം സുഭാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ സെക്കൻഡ് മാരേജാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് വീട്ടുകാര്. ഇവൻ എന്താ ഇങ്ങനെ പോയി ചാടാൻ വേണ്ടി, അത്രയ്ക്ക് അവന് പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് ഭാസ്കരൻ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ദേഷ്യത്തോടെയും ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് ഇത് കേട്ടതും. അങ്ങനെ എല്ലാവരും സംസാരിക്കുകയും എന്നാൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒന്നും നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് കുറെ ഡിമാൻഡുകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് ആർക്കും ഇഷ്ടപ്പെട്ടതും ചെയ്തില്ല. അങ്ങനെ എല്ലാവരും പോയ ശേഷം സുഭാഷിന്റെ ചോദിക്കുന്നുണ്ട്, ഇത് പോയി സംസാരിച്ച് ഇത്രത്തോളം ആക്കിയിട്ട് എന്താ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നേ, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്തായാലും ഇത് വേണ്ട നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ആ സമയത്ത് പറയാം, ഞാൻ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, സെക്കൻഡ് മാരേജ് എങ്കിൽ സെക്കൻഡ് മാരേജ്, അല്ലാതെ പെട്ടെന്ന് കല്യാണം നടക്കണം, നിങ്ങളെ കാര്യവും എനിക്ക് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്.
ഞങ്ങളുടെ കാര്യം എന്തന്വേഷിക്കാനാ? ഞങ്ങൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട പെൺപിള്ളേരുണ്ടല്ലോ, അത് കല്യാണം നടത്തണമെന്നല്ലേ ഉള്ളൂ. അതുപോലെയല്ലല്ലോ സുഭാഷിന്റെ കാര്യം. ഒരു നല്ലൊരു കുട്ടിയാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ഇല്ല ഞാൻ വാക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുക, എന്തായാലും ചാന്ദിനിക്ക് ഇഷ്ടമാണ്. ചാന്ദിനി കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും സുഭാഷ് എണ്ണേ പറയുള്ളൂ. പിന്നെ എന്തിനാ ഇതിന്റെ ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുക, നിനക്ക് ഈ പെണ്ണിനെ കിട്ടിയുള്ളൂ, നിനക്കാണെങ്കിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുക. ഒന്നും മിണ്ടാതെ സുഭാഷ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അടുക്കളയിൽ പോയി ചായ ഇട്ടോണ്ടെങ്കിൽ നിധിയുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പെണ്ണിനൊക്കെ ഇഷ്ടപ്പെട്ടോന്ന്. ആ സമയത്ത് നിധി പറയുക, എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താ ഇത് കെട്ടാൻ്റെ കാര്യം? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ സുഭാഷിന്റെ ഇഷ്ടത്തിലാണോ ഇത് ഇങ്ങനെ ഈ കല്യാണം സമ്മതിച്ചിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തോന്നി എനിക്ക് ഈ കുട്ടി കല്യാണം കഴിക്കണമെന്ന്, അത്രയേ ഉള്ളൂ, അല്ലാതെ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധിയുടെ അടുത്ത് പറയുക, വീണ്ടും വീണ്ടും നിധി ചോദിച്ചുകൊണ്ട് പറയുക, നീതു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചായിരുന്നു, നീതുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആവണമെങ്കിൽ ഹരീഷ് പറഞ്ഞു എന്ന്, എന്റെ കല്യാണം നടന്നാലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന്. ഇത് പറഞ്ഞത് കേട്ടതും എനിക്കാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി യാഗം ചെയ്യും പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ കുട്ടിയാണോ നീതു ഉദ്ദേശിച്ചല്ലോ. പക്ഷെ സുഭാഷേട്ടൻ ഇത് വേണ്ട, ആർക്കോ വേണ്ടി കെട്ടുന്നത് പോലെ അത് ആവരുത് ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് പറയുക, എന്തായാലും അവരുടെ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാനായിട്ട് എന്തിനാ അത് ഇല്ലാതാക്കുന്നത്? അവക്ക് ഈ വീട്ടിൽ വരണമെങ്കിൽ എൻ്റെ കല്യാണം കഴിയണമെന്നാ പറഞ്ഞ്, അതുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണമെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ ബ്രോക്കറിൻ്റെ അടുത്ത് പറയുകയും ഈ കല്യാണം ഇങ്ങോട്ട് കൊണ്ടുവന്നേ ചെയ്തത്. അതുകൊണ്ട് ഇത് തന്നെ നടക്കട്ടെ, എൻ്റെ ആ ആഗ്രഹം അത് തന്നെയാ എന്നൊക്കെ പറയുക. ഉടനെ തന്നെ സുധീഷും സുഭാഷും എല്ലാവരും കൂടെ വന്ന് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഇവിടെയാണെങ്കിൽ സുധീഷ് പറഞ്ഞല്ലോ, ഒരാളാണെങ്കിൽ ഭയങ്കര ഫോൺ വിളിയായിട്ട് നടക്കുക. ഇത് കണ്ടിട്ട് നിധിയുടെ ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ആ കുട്ടിക്ക് വേറെ ജോലി ഒന്നുമില്ലേ? എന്തറിഞ്ഞിട്ടാ എന്നൊന്നും അറിയില്ല എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് വീണ്ടും പറയുന്നുണ്ട്, അത് നിന്നെ ഇളക്കാൻ വേണ്ടിയാ അവ ഇങ്ങനത്തെ ഷോ ഒക്കെ കാണിക്കുന്നത്. അതൊന്നുമല്ല, ഇത് സീരിയസ് ആയിട്ട് തന്നെയാ. ആ കുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയതാ. ആ കൊച്ചു ഇഷ്ടമെന്ന് പറഞ്ഞത് മുതൽ എന്താ പിന്നെ നടക്കാൻ പോണെന്ന് ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് നിധിയാണെങ്കിൽ സ്കൂട്ടിയിൽ പോവാൻ നിൽക്കുക ഓഫീസിലോട്ട്. ആ സമയത്ത് ഉടനെ വന്ന് നിന്ന് പറയുക, ഈ ഷർട്ട് കൊള്ളാവോ? ഇത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല, നോക്കിയെന്നാ ഞാൻ പറയില്ല, ആ കുട്ടിയോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്നാലും നിധി പറ, എനിക്ക് പറയാനൊന്നും വയ്യ എന്ന് പറഞ്ഞ് വണ്ടിയും കൊണ്ട് പോയി. ആ സമയത്ത് നിധിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുന്ന സുധീഷ് കണ്ടിട്ട് ചിരികി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നത് കാണാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. എന്തായാലും ഏതുവരെ പോകാമെന്ന് നോക്കാം എന്ന് നിധിയുടെ അടുത്ത് സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതുവരെ പോവാനാ? ആ കുട്ടിയാണെങ്കിൽ എല്ലാം മനസ്സിലാകുമ്പോ കുട്ടി എന്നെ താനെ വെക്കോളും. അങ്ങനെയൊന്നുമില്ല, ഞാനാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുക ആ കുട്ടിയെ, വേണമെങ്കിൽ ആ കുട്ടി ഈ വീട്ടിൽ തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ വിളിച്ചോണ്ട് വന്നോ, കുഴപ്പമില്ല എന്നൊക്കെ പറയുക. അതുമല്ല, വന്നിട്ട് എന്റെ അവസ്ഥ ആ കുട്ടിക്ക് ആവാതിരുന്നാ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ നിധിക്ക് എന്താ കുഴപ്പം എന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഒന്ന് ചോദിക്കുക, ഇതുവരെ ഇറങ്ങിയില്ലേ? അപ്പോഴത്തേക്കും ഞാൻ പോവാന്നത് എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഷർട്ട് കൊള്ളാമെന്ന് ചോദിക്കുക. എന്തായാലും ഞാൻ പറഞ്ഞാൽ മതിയോ നിന്റെ ഷർട്ട് കൊള്ളാന്ന് എന്ന് സുഭാഷ് പറയുന്നുണ്ട്. വേണ്ട വേണ്ട ചേട്ടാ, ഞാൻ നിധിയുടെ അടുത്ത് ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് അങ്ങനെ നിധിയാണെങ്കിൽ വണ്ടിയെടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. നിതീഷ് വീണ്ടും അടുത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് പറയുക, എന്തായാലും എനിക്ക് പറ്റിയ ഒരു അബദ്ധമാ. ആ കുട്ടിയാണെങ്കിൽ എന്നെ നോക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ ഞാൻ കുറിച്ചങ്ങ് മറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ നികേഷിന്റെ സങ്കടം കണ്ടിട്ട് സുഭാഷ് പറയുക, കണ്ടോടാ അവന്റെ അവസ്ഥ, നീയാണെങ്കിൽ എന്ത് ചെയ്യാനാ? അവളാണെങ്കിൽ പറഞ്ഞു മനസ്സിലാകാം ആ കുട്ടിയെടുത്ത് ഇഷ്ടം അവനാണെന്ന്. അത് ഞാൻ എങ്ങനെ പറയാനാ? ഒരാൾ എൻ്റെ അടുത്തല്ലേ ഇഷ്ടമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പറയുന്നത് കേട്ടിട്ട് സുഭാഷ് പറയുക, ഇനി ഒരു കാര്യം ചെയ്തോ, ഇനി എന്റെ ഈ വീട്ടിൽ കല്യാണം നടക്കാൻ പോവുക, അതുകൊണ്ട് എല്ലാവരും മര്യാദയ്ക്ക് ഇരുന്നോണം, വഴക്കൊന്നും കൂടരുത്. ഇനി ഒരാൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നിധിയെ പോലെ ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഈ കല്യാണം നടക്കുന്ന എന്താ ഉറപ്പ്? ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല. സുഭാഷിനെ തീരുമാനിച്ചാൽ മതിയോ ഈ കല്യാണത്തിന്? ഞാൻ പറയുക, വേറെ കല്യാണം തന്നെ നടത്താം, നമുക്ക് ഇതിനൊരു താല്പര്യമില്ലാന്ന് പറയണേ വിളിച്ച് ബ്രോക്കറിന്റെ അടുത്തെന്ന് പറയുന്നുണ്ട്. വേണ്ട, ആരും വിളിച്ച് പറയണ്ട, ഞാനെടുത്ത തീരുമാനം
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചാന്ദിനെ തന്നെ വിളിക്കാം. ചാന്ദിന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ പറയാം. എന്തായാലും പണ്ടത്തെ നമ്മൾ ആ യാത്ര നന്നായിരുന്നില്ലേ, അതുപോലെ നമുക്ക് ക്ഷേത്രത്തില് എല്ലാവരുമായിട്ട് പോണം. അവിടെ വെച്ച് സുഭാഷന്റെ മനസ്സിൽ നമുക്ക് മാറ്റിയെടുക്കണം. എന്തായാലും ക്ഷേത്രത്തിലൊക്കെ പോവാം. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്യാനാ, ഇത് നടക്കുന്ന എന്റെ മനസ്സും പറയുന്നത് എന്ന് പറയുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു കേട്ടിട്ട് നികേഷ് പറയുക, എന്തായാലും ഇതിനോട് നമുക്ക് ചേട്ടാ താല്പര്യമില്ല. ഈ കല്യാണം, ഈ കുട്ടിയാണെങ്കിൽ സെക്കൻഡ് മാരേജ് ആയ, അതുകൊണ്ട് നമുക്കിത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. എന്ത് ഇത്രയും ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാനാണെങ്കിൽ ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ പോവുക. അവിടെ വെച്ച് സൈറ്റിൽ ഞാൻ വരും കേട്ടോ, ചാന്ദിനെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് സുധീഷ് പറയുന്നുണ്ട്. നീ അങ്ങോട്ടൊന്നും വരണ്ട, ആ കുട്ടി അവിടെ നിന്ന് ജോലി ചെയ്യട്ടെ, വന്ന് അതൊന്നും പറഞ്ഞോണ്ടിരിക്കാനാണോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ആണെങ്കിൽ സുഭാഷ് പോയതിന്റെ ബാക്കിൽ നിന്ന് പോവുക. അവിടെയാണെങ്കിൽ ചാന്ദിനി കണ്ടു. ചാന്ദിനി അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, കല്യാണത്തെ കാര്യം. ഇത് കേട്ടപ്പോൾ ചാന്ദിനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. എന്നിട്ടും പറയുന്നുണ്ട് സുഭാഷിന്റെ അടുത്ത്, ഈ കല്യാണം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ സങ്കടഭാവത്തില് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ മൗന സമ്മതമാണെന്ന് എടുക്കണോ അതോ എന്ത് പറയാനാ, എന്തെങ്കിലും ഒന്ന് ആൻസർ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എല്ലാരും തീരുമാനിച്ചതാ, എനിക്ക് കല്യാണം നടത്തണമെന്ന തീരുമാനം, അത് എന്റെ അനിയന്മാർക്ക് വേണ്ടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും തീരുമാനം എടുക്കരുത്, ഇഷ്ടപ്പെടുന്ന കുട്ടികൾ വേറെ ഉണ്ടെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുക, പിന്നെ അങ്ങോട്ട് ഇഷ്ടം തുറന്ന് പറയണ്ടേ, മനസ്സിൽ വെച്ചിരുന്ന ആരെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുക. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ചാന്ദിനി. സുഭാഷ് പറയുക, നിനക്ക് പോകാൻ സമയമായില്ലേ, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുക. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നീ തടസ്സപ്പെടുത്തരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ജോലി നടക്കട്ടെ, ഞാൻ ചാന്ദിനി അടുത്തല്ലേ സംസാരിക്കുന്നത്, ചാന്ദിനി കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സുഭാഷിന്റെ കാര്യത്തില് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ ചാന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പോകുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ റോഡിൽ നിൽക്കുക. ആ സമയത്ത് സുഭാഷിന്റെ അടുത്ത് പറയാൻ പറഞ്ഞു, സുധീഷിന്റെ അടുത്തും പറയാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏതായാലും ബ്രോക്കറിനെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്, അവനൊന്ന് പറഞ്ഞ് നീ മനസ്സിലാക്കണം എന്ന് സുധീഷിന്റെ അടുത്ത് പറയുകയാണ് ഭാസ്കരൻ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അച്ഛൻ കൂടെ കണ്ട് സംസാരിച്ച് ആ ബ്രോക്കറെ വിളിച്ച് 2 വഴക്ക് കൊടുക്കണം, ഇങ്ങനത്തെ പെൺപിള്ളേരെയാണോ കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷിനെ ബ്രോക്കർ വിളിച്ച് പറയുക, എന്നെ ഇതുപോലെ കണ്ടിരുന്നു വന്ന് ഭാസ്കരൻ, പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞുതരാൻ, കുഴപ്പമില്ല, വേണ്ട വേണ്ട ഇത് തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് സുഭാഷ്. എന്നാൽ ആ സമയത്ത് ചാന്ദിനി പറയുക, ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ, അത് എടുത്തുചാടിയൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ മിണ്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം നിധി വന്ന് സുഭാഷിന്റെ അടുത്ത് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്,